ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പോയവരെല്ലാവരും ഇറങ്ങിയോ? ഇറങ്ങിയമ്മേ. എന്റെ വർഷം പോലെ ഇറങ്ങിയോ? എന്റെ മോള് എവിടെ? എവിടെ എന്റെ മോള്? എനിക്ക് എന്റെ മോളെ കാണണം. വിക്രം സാർ. എന്താ? ഞാൻ സാറിന്റെ പേഴ്സണൽ അസിസ്റ്റന്റാ. സാറിനോടൊന്ന് സംസാരിക്കാൻ. സർ, ബുദ്ധിമുട്ടിക്കാണെന്ന് കരുതരുത്. നിങ്ങളുടെ കൂട്ടത്തിൽ വന്നവരൊക്കെ റൂം വെക്കേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞു. അതിന് നിങ്ങളും പോകണം. ഇനി നിങ്ങൾക്ക് ഈ റിസോർട്ടിൽ റൂമില്ല. അടുത്ത ബുക്കിംഗ് എടുത്തു കഴിഞ്ഞു. അവരുടനെ എത്തും. താൻ ആരാ ഇതൊക്കെ പറയാൻ? ഞാൻ ഇവിടുത്തെ മാനേജരാ. ഇറങ്ങി തന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കണം. എനിക്ക് ഈ മാന്യതയൊക്കെ ഉള്ളൂ. ഞാൻ ആരാണെന്നറിയോ നിനക്ക്? നിന്നെ നിന്റെ മുതലാളി വിലയ്ക്ക് വാങ്ങാനുള്ള പണം എന്റെ ഉണ്ട്. ഇനി ഈ റിസോർട്ട് നിന്റെ മുതലാളിക്കുള്ളതല്ല, എന്റേതാ, ഈ വിക്രമിന്റേത്. എതിർക്കാൻ നിക്കല്ലേ. ഇവൻ ഉണ്ടാക്കുന്ന എഗ്രിമെന്റിൽ ഒപ്പുവെച്ചാ മാത്രം മതി. എതിർത്ത ഈ റിസോർട്ടിൽ തന്നെ വെള്ള പുതപ്പിച്ച് കിടത്തും ഞാൻ. ഇങ്ങോട്ടാ. ഇപ്പൊ തന്നെ ഇവന്റെ മുതലാളിയെ വിളിക്കണം. അയാൾ ചോദിക്കുന്നതിൽ 5 ലക്ഷം അധികം കൊടുത്ത് റിസോർട്ട് എഴുതി വാങ്ങാനുള്ള നടപടികൾ ചെയ്തിരിക്കണം. സർ, ഇഷ്യൂ ഒന്നും ഉണ്ടാക്കരുത്. സാറൊന്നും വിചാരിക്കരുത്. എനിക്കൊരു അബദ്ധം പറ്റിയതാ, ക്ഷമിക്കണം. ഞാൻ ആളറിയാതെ കൺമുന്നിൽ കണവണ വർത്തനം പറയാൻ പോടാ. ഇടാ പോവാൻ. പോടോ. അടി വാങ്ങാതെ നടക്കടോ. എവിടെ മനന്തിന്റെ അനിയത്തി? എന്റെ വർഷമോളെവിടെ? നടക്കച്ച.
പോയവരെല്ലാവരും ഇറങ്ങിയോ? ഇറങ്ങിയമ്മേ. എന്റെ വർഷം പോലെ ഇറങ്ങിയോ? എന്റെ മോള് എവിടെ? എവിടെ എന്റെ മോള്? എനിക്ക് എന്റെ മോളെ കാണണം. എന്റെ മോള് തിരിച്ചു വരാത്ത വീട്ടിലേക്ക് ഞാനില്ല. വർഷയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ല. അവള് തിരിച്ചു വരും. എന്നെ പറ്റിക്കരുത്. വിഷമിക്കാത്തമ്മ. വിക്രം ആ റിസോർട്ടിൽ തന്നെയുണ്ട്. ഹർഷം കൊണ്ടേ തിരിച്ചു വരൂ. വാ അമ്മേ, വണ്ടിക്കാർക്ക് പോണം. ഇറങ്ങ് ഇറങ്ങ്. ലഗേജ് എടുക്കണ്ടേ? അത് വേണ്ട. എഴുന്നേക്ക്. ചന്ദ്രു, നമ്മുടെ മോള് അമ്മ എപ്പോഴും പറയുമായിരുന്നു, മാധവ നിനക്ക് 3 ആൺമക്കളാണെന്ന്. ഇളയത് പെണ്ണല്ല ആണാണെന്ന്. മാനത്തെ കൊട്ടാ